ഓം നമ ശിവായ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അയ്യപ്പസ്വാമിയെക്കുറിച്ച് അറിയാൻ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്, ഇഷ്ടമാണ്. അയ്യപ്പസ്വാമിയുടെ ജനനവും ചരിത്രവും നമുക്കൊന്ന് അറിയാൻ ശ്രമിച്ചാലോ. മധുര, തിരുനെൽവേലി, രാമനാഥപുരം എന്നിവിടങ്ങളിലായിട്ട് കിടക്കുന്ന പാണ്ഡ്യ രാജവംശത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു തിരുമല നായക്കരാൾ. പുറത്താക്കപ്പെട്ട പാണ്ഡ്യ രാജവംശത്തിലെ അംഗങ്ങൾ വള്ളിയൂർ, തെങ്കാശി, ചെങ്കോട്ട, അച്ചൻകോവിൽ, ശിവഗിരി എന്നിവിടങ്ങളിൽ താമസിച്ചിട്ട് വരികയായിരുന്നു. തിരുവിതാംകൂറിൻ്റെ ചില ഭാഗങ്ങളിൽ അവർ തങ്ങളുടെ മേൽക്കൈമ സ്ഥാപിക്കുകയും ചെയ്തു. ശിവഗിരിയിലെ ചെമ്പഴനാട്ട് കോവിലിലുള്ള ചിലർക്ക് തിരുവിതാംകൂർ രാജാവ് പന്തള രാജ്യം ഭരിക്കാനുള്ള അവകാശം നൽകിയിരുന്നു. 800 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജവംശത്തിലാണ് അയ്യപ്പസ്വാമിയുടെ വളർത്തച്ഛനായ രാജശേഖരൻ എന്ന രാജാവ് ജീവിച്ചിട്ടുണ്ടായത്. നീതിമാനും ധർമ്മിഷ്ഠനുമായ രാജാവിൻ്റെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ സന്തുഷ്ടരാവുകയും ചെയ്തു. എന്നാൽ ഒരു ദുഃഖം രാജാവിനെ വല്ലാതെ വിഷമിപ്പിച്ചു. അദ്ദേഹത്തിന് പുത്ര സൗഭാഗ്യം ലഭിച്ചില്ല. അതിനാൽ അനന്തരാവകാശി ഇല്ലാത്തതിനാൽ രാജാവ് വളരെ ദുഃഖിതനായിരുന്നു. രാജാവും രാജ്ഞിയും ശിവഭഗവാനോട് ഒരു കുഞ്ഞിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് തന്നെ മഹിഷാസുരൻ എന്ന അസുര രാജാവ് കഠിന തപസ്സിലൂടെ ഭൂമിയിൽ ആർക്കും തന്നെ വധിക്കാൻ സാധിക്കരുതെന്ന വരം ബ്രഹ്മാവിൽ നിന്ന് നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായി. ബ്രഹ്മാവിൻ്റെ വരത്തിലൂടെ അഹങ്കാരിയായി തീർന്ന മഹിഷാസുരൻ ജനങ്ങളെ കൂട്ടമായി കൊല്ലുകയും ചെയ്തു. ഭീതി പൂണ്ട ജനങ്ങൾ അന്യദേശങ്ങളിലേക്ക് പോവുകയും അമാനുഷിക ശക്തിയുള്ളവർക്ക് മാത്രമേ മഹിഷാസുരനെ വധിക്കാൻ കഴിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ ദുർഗാദേവിയെ അഭയം പ്രാപിക്കുകയും രക്തരൂഷിതമായ യുദ്ധത്തിനൊടുവിൽ ദേവി അയാളെ വധിക്കുകയുമാണ് ചെയ്തത്. മഹിഷാസുരൻ്റെ സഹോദരിയായ മഹിഷി തൻ്റെ സഹോദരനെ വധിച്ചതിനെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഉറച്ചിട്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്തു. വിഷ്ണുവിനും ശിവനുമായി ജനിക്കുന്ന സന്താനത്തിനല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കാനാകരുതെന്ന് വരം വാങ്ങി. ഉടൻ തന്നെ മഹിഷി ദേവലോകത്തേക്ക് പുറപ്പെട്ടു. ദേവന്മാരെ ദ്രോഹിക്കാൻ ആരംഭിച്ചു. പൊറുതിമുട്ടിയിട്ടുള്ള ദേവന്മാർ വിഷ്ണുവിന് അഭയം പ്രാപിക്കുകയും മഹിഷിനെ കൊല്ലാൻ വേണ്ടി വധിക്കാൻ വേണ്ടിയിട്ട് വരത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. അസുരന്മാരിൽ നിന്ന് അമൃത് അപഹരിച്ച് ദേവന്മാർക്ക് നൽകാൻ വിഷ്ണു സ്വീകരിച്ച മോഹിനി വേഷം കൈക്കൊണ്ട് ശിവനുമായി ചേർന്ന് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിന് സന്താനങ്ങളില്ലാതെ ദുഃഖിച്ചു കഴിയുന്ന ശിവഭക്തനായ പന്തള രാജാവ് രാജശേഖരൻ്റെ സംരക്ഷണയിൽ വളർത്താനും തീരുമാനിച്ചു. ഒരിക്കൽ പമ്പാ നദിയുടെ തീരത്തുള്ള വനത്തിൽ വേട്ടയ്ക്കായി ചെന്ന പന്തള രാജാവ് പ്രകൃതി ഭംഗിയും വെള്ളച്ചാട്ടങ്ങളും മനോഹരമായിരിക്കുന്നത് കണ്ട് ആസ്വദിച്ച് നടക്കുകയായിരുന്നു. വനത്തിനുള്ളിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അമ്പരന്ന് പോയിട്ടുള്ള രാജാവ് ആ ശബ്ദത്തെ പിന്തുടർന്ന് തെരഞ്ഞു നടക്കാൻ ശ്രമിച്ചു. കൈകാലിട്ടടിക്കുന്ന ഒരു ഓമന കുഞ്ഞിൻ്റെ മുന്നിൽ എത്തിച്ചേരുകയും ചെയ്തു. കുഞ്ഞിനെ നോക്കിയിരുന്ന രാജാവ് ആ ഓമന പൈതലിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാനും തീരുമാനിച്ചു. കുഞ്ഞിന് മേൽ ദൃഷ്ടി പതിപ്പിച്ചു നിന്ന രാജാവിന് മുന്നിൽ ഒരു സന്യാസി പ്രത്യക്ഷപ്പെടുകയും ആ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയുമാണ് ചെയ്തത്. ഈ കുട്ടിയുടെ സാന്നിധ്യം കൊണ്ട് രാജവംശത്തിന് മേലുള്ള കരിനിഴലുകൾ നീങ്ങുമെന്നും അവന് 12 വയസ്സ് തികയുമ്പോൾ അവൻ്റെ ദിവ്യത്വം വെളിവാകുമെന്നും സന്യാസി രാജശേഖരനോട് പറഞ്ഞു. കുഞ്ഞിൻ്റെ കഴുത്തിലെ സ്വർണ്ണമാല കണ്ട സന്യാസി അവനെ മണികണ്ഠൻ എന്ന് നാമകരണം ചെയ്യാൻ രാജാവിനെ ഉപദേശിക്കുകയും ചെയ്തു. വളരെ സന്തോഷത്തോടെ രാജശേഖരൻ കുഞ്ഞിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം രാജ്ഞിയെ അറിയിക്കുകയും ചെയ്തു. ശിവന്റെ അനുഗ്രഹത്താലാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് അവർ ഇരുവരും വിശ്വസിച്ചു. രാജശേഖരന് ശേഷം രാജാവാകാൻ കൊതിച്ചിരുന്ന ദിവാൻ ഒഴികെയുള്ള എല്ലാവരും രാജ ദമ്പതികളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. കുട്ടിയായിരുന്നിട്ടും മണികണ്ഠൻ വളരെ ബുദ്ധിമാനും പക്വമതിയുമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. ആയോധന വിദ്യയിലും ശാസ്ത്രങ്ങളിലും പ്രാഗൽഭ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. മണികണ്ഠൻ തൻ്റെ ബുദ്ധിശക്തി കൊണ്ട് അവനിൽ ദിവ്യ ചൈതന്യം കുടികൊള്ളുന്നു എന്നുള്ള നിഗമനത്തിൽ അയ്യപ്പൻ്റെ ഗുരു എത്തിച്ചേർന്നു. പഠനം പൂർത്തിയാക്കിയ മണികണ്ഠൻ ഗുരുദക്ഷിണ നൽകാനും ഗുരുവിൻ്റെ അനുഗ്രഹം നേടാനുമായി പുറപ്പെട്ടു. അമാനുഷിക പ്രഭാവമുള്ള ദിവ്യശക്തിയുടെ ഉടമയാണ് അവൻ എന്ന് തൻ്റെ വിശ്വാസം ആശിസ്സു തേടി എത്തിയ മണികണ്ഠനെ ഗുരു അറിയിച്ചു. അന്ധനും ബധിരനുമായ തൻ്റെ പുത്രന് കാഴ്ചയും സംസാരശേഷിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഗുരു ശിഷ്യനോട് അഭ്യർത്ഥിച്ചു. മണികണ്ഠൻ ഗുരുപുത്രൻ്റെ ശിരസിൽ കൈവച്ചതും അവന് കാഴ്ചയും സംസാരശേഷിയും കൈവന്നു.
താൻ ചെയ്ത അത്ഭുത പ്രവൃത്തി ആരോടും പറയരുതെന്ന് അഭ്യർത്ഥിച്ച് മണികണ്ഠൻ രാജകൊട്ടാരത്തിലേക്ക് മടങ്ങുകയാണ് ചെയ്തത്. തൻ്റെ പദ്ധതികൾ പൊളിയുന്നത് കണ്ട് നിരാശനായി തീർന്ന ദിവാൻ രാജ്ഞിയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വന്തം മകൻ ജീവിച്ചിരിക്കുമ്പോൾ മണികണ്ഠനെ അനന്തരാവകാശിയാക്കുന്നത് ശരിയല്ലെന്നും അയാൾ രാജ്ഞിയെ ധരിപ്പിച്ചു. അർത്ഥശാസ്ത്രപ്രകാരം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും എന്നതിനാൽ അസുഖം അഭിനയിച്ച് ദിവാൻ രാജ്ഞിയെ അസുഖം അഭിനയിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഉപദേശിച്ചു കൊണ്ടിരുന്നു. അയാളുടെ നിയന്ത്രണത്തിലുള്ള വൈദ്യൻ രാജ്ഞിയുടെ അസുഖം മാറാൻ പുലിപ്പാൽ നിർദ്ദേശിക്കുമെന്നും പുലിപ്പാൽ തേടി മണികണ്ഠൻ പുറപ്പെടുമെന്നും നരഭോജികൾക്ക് ഇരയായിത്തീരുമെന്നുമാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതിനുള്ള ചുമതല നിറവേറ്റാൻ കഴിയാതെ പരാജിതനായാണ് മടങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായും അവൻ്റെ മേലുള്ള രാജശേഖരൻ്റെ പ്രീതി ഇല്ലാതാവുകയും ചെയ്യും. പുത്രസ്നേഹത്താൽ അന്ധനായി തീർന്നിരിക്കുകയാണ് രാജാവ്. ഇതെല്ലാം രാജ്ഞിയെ ദിവാൻ ബോധിപ്പിക്കുകയും ചെയ്തു. രാജ്ഞി ദിവാൻ്റെ വാക്കുകൾ വിശ്വസിച്ചു. അയാൾ നിർദ്ദേശിച്ചതുപോലെ താങ്ങാനാകാത്ത തലവേദനയിൽ താൻ വലയുന്നതായി രാജാവിനെ ധരിപ്പിക്കുകയാണ് ചെയ്തത്. രാജാവിൽ പരിഭ്രാന്തി വളരുകയും കൊട്ടാരം വൈദ്യനെ വിളിച്ചു വരുത്തുകയും ചെയ്തു. എത്ര ശ്രമിച്ചിട്ടും രാജ്ഞിയുടെ രോഗം എന്തെന്ന് മനസ്സിലാക്കാൻ കൊട്ടാരത്തിലുള്ള വൈദ്യനും സാധിച്ചില്ല. ഈ തക്കം മുതലെടുത്ത് ദിവാൻ ഏർപ്പാടാക്കിയ വൈദ്യൻ രംഗത്ത് വരികയും ഈറ്റപ്പുലിയുടെ പാൽ മാത്രമേ രാജ്ഞിയുടെ അസുഖത്തിന് പ്രതിവിധിയുള്ളതെന്ന് അറിയിക്കുകയുമാണ് ചെയ്തത്. നിസ്സഹായായ രാജ്ഞിയുടെ അസുഖം ഭേദമാക്കുന്നവർക്ക് അർദ്ധരാജ്യം നൽകുന്നതാണെന്ന് രാജാവ് വിളംബരം ചെയ്യുകയും ചെയ്തു. പുലിപ്പാൽ ശേഖരിക്കാൻ രാജശേഖരൻ നിയോഗിച്ച പട്ടാളക്കാരുടെ സംഘം വെറുകൈയോടെയാണ് മടങ്ങിയെത്തിയത്. മണികണ്ഠൻ പുറപ്പെടാൻ ഒരുങ്ങിയെങ്കിലും അവൻ്റെ പ്രായം വരാനിരിക്കുന്ന കിരീടധാരണവും ചൂണ്ടിക്കാട്ടി രാജാവ് അവനെ പിന്തിരിപ്പിക്കാൻ വളരെയധികം ശ്രമിച്ചു. കുടുംബത്തിനായി ഒരു ഉപകാരം ചെയ്യാനെങ്കിലും തന്നെ അനുവദിക്കണമെന്ന് ദൃഢനിശ്ചയത്തോടു കൂടി മണികണ്ഠൻ പിതാവിനോട് ആവശ്യപ്പെട്ടു. ചുമതല ബോധമുള്ള പിതാവ് എന്ന നിലയിൽ മകൻ്റെ അഭ്യർത്ഥന രാജാവ് നിരസിച്ചുവെങ്കിലും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം പുലിപ്പാലിനായി കാട്ടിലേക്ക് പുറപ്പെടാൻ മണികണ്ഠന് അദ്ദേഹം അനുവാദം കൊടുക്കുകയായിരുന്നു. മണികണ്ഠന് സഹായത്തിനായി ധീരരായ ഭടന്മാരെയും ഒരു സംഘത്തോടു കൂടിയാണ് കാട്ടിലേക്ക് മണികണ്ഠനെ അയച്ചത്. രാജശേഖരൻ്റെ ഈ തീരുമാനം മണികണ്ഠൻ കൂട്ടാക്കിയില്ല. ആൾക്കൂട്ടം കണ്ടാൽ പുലി അകന്നു പോകുമെന്ന് കാരണം പറഞ്ഞ് മണികണ്ഠൻ അത് ഒഴിവാക്കുകയും ചെയ്തു. ഭക്ഷണ സാമഗ്രികളും ശിവഭക്തിയുടെ സൂചകമായ 3 കണ്ണുള്ള തേങ്ങയും നൽകി വാത്സല്യനിധിയായ പിതാവ് മകനെ യാത്രയാക്കി. മണികണ്ഠൻ കാട്ടിൽ പ്രവേശിച്ചപ്പോൾ ശിവഭഗവാന്റെ പഞ്ചഭൂതങ്ങളൊപ്പം ഉണ്ടായി. യാത്രാമധ്യേ ദേവലോകത്ത് മഹിഷി നടത്തിവരുന്ന അതിക്രമങ്ങൾ മണികണ്ഠൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അയാളിൽ നീതിബോധം ഉണർന്നു. മഹിഷിയെ മണികണ്ഠൻ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. അവൾ അഴുതാ നദിയുടെ കരയിൽ വന്ന് പതിച്ചു. ഇരുവരും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് പിന്നെ നടന്നത് കേട്ടോ. ഒടുവിൽ മണികണ്ഠൻ മഹിഷിയുടെ മാറത്ത് കയറി താണ്ഡവ നൃത്തം ചവിട്ടി. അതിൻ്റെ പ്രതിധ്വനി ഭൂമിയിലും സ്വർഗത്തിലും ഉണ്ടായി. ദേവന്മാർ പോലും ഭയപ്പെട്ടുപോയി. തൻ്റെ മേൽ നൃത്തമാടുന്നത് ഹരിഹരന്മാരുടെ പുത്രനായ പുണ്യപുരുഷനാണെന്ന് മനസ്സിലാക്കിയ മഹിഷി ആ കൊച്ചുബാലനെ വണങ്ങി മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. ശിവഭഗവാനും മഹാവിഷ്ണുവും ആ നൃത്തം അവിടെ നിന്ന് കാണുകയും ചെയ്തു. മഹിഷി രൂപം കൊണ്ട കവലൻ എന്ന കറമ്പൻ്റെ മകളായ ലീല ശ്രീധർമ്മ ശാസ്താവിൻ്റെ അനുഗ്രഹത്തോടെ ശാപമോക്ഷം നേടുകയും മാളികപ്പുറത്ത് അമ്മയെന്ന് ഐതിഹ്യവുമുണ്ട്. ആ പേരിൽ അവർക്ക് ഒരു ക്ഷേത്രം അവിടെയുണ്ട്. മഹിഷി നിഗ്രഹത്തിന് ശേഷം മണികണ്ഠൻ പുലിപ്പാൽ ശേഖരിക്കാനായി വനത്തിനുള്ളിൽ ചെല്ലുകയും ശിവഭഗവാൻ അവിടെ വെച്ച് മണികണ്ഠന് ദർശനം നൽകുകയുമാണ് ചെയ്തത്. അവൻ്റെ ദിവ്യമായ ദൗത്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് പൂർത്തിയാക്കി കഴിഞ്ഞെന്നും ഇനിയും ഒരു കർത്തവ്യം കൂടെ ഉണ്ടെന്നും ശിവഭഗവാൻ മണികണ്ഠനെ അറിയിച്ചു. മണികണ്ഠൻ്റെ ദുഃഖാർത്തനായ പിതാവിനെക്കുറിച്ചും രോഗബാധിതയായ മാതാവിനെക്കുറിച്ചും ഓർമ്മിപ്പിച്ചു. ദേവൻ വിലപ്പെട്ട പുലിപ്പാൽ ശേഖരിക്കാൻ ദേവേന്ദ്രൻ്റെ സഹായം വാഗ്ദാനം നൽകുകയും ചെയ്തു. ദേവേന്ദ്രൻ പുലിയുടെ രൂപത്തിൽ മണികണ്ഠനോടൊപ്പം രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. മറ്റു ദേവന്മാർ ആൺപുലികളായും ദേവസ്ത്രീകൾ പെൺപുലികളായും അവരെ പിന്തുടർന്നു. പുലികളും കുട്ടികളുമായിട്ട് വരുന്നത് കണ്ട് ഭയപ്പെട്ട് പന്തളവാസികൾ ഓടിച്ചെന്ന് വീടുകളിൽ ഒളിച്ചു. പെട്ടെന്ന് അത്ഭുത സ്തംഭനായി നിന്ന ചക്രവർത്തിയുടെ മുന്നിൽ പണ്ട് കാട്ടിൽ വെച്ച് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ശങ്കിച്ചു നിന്ന സമയത്ത് പ്രത്യക്ഷപ്പെട്ട ഉപദേശങ്ങൾ നൽകിയ അതേ സന്യാസി ആഗതനായി. മണികണ്ഠൻ്റെ
കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. മണികണ്ഠൻ പുലികളോടൊപ്പം കൊട്ടാരത്തിൻ്റെ കവാടത്തോട് അടുക്കാൻ തുടങ്ങിയപ്പോൾ രാജാവിൽ മൗനവും വിഷാദവും നിറഞ്ഞു. പുലിപ്പുറത്ത് നിന്നിറങ്ങിയ കുട്ടി ചക്രവർത്തിയോട് പറഞ്ഞു, ഈറ്റപ്പുലിയെ കൊണ്ടുവന്നിട്ട് ഉണ്ട്. ഇനി എത്രയും വേഗം പാൽ ശേഖരിച്ച അമ്മയുടെ അത്ഭുത രോഗത്തിന് ശമനം വരുത്താമെന്ന് പറയും. അധിക നേരം പിടിച്ചു നിൽക്കാനാകാതെ രാജശേഖരൻ ബാലൻ്റെ പാദങ്ങളിൽ വീണു മാപ്പിരുന്നു. ഒടുവിൽ രാജ്ഞിയുടെ കപട നാടകം പുറത്തായ ശേഷം മണികണ്ഠൻ വനത്തിലേക്ക് യാത്രയാവുകയാണ് ചെയ്തത്. കാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയപ്പോൾ മണികണ്ഠന് 12 വയസ്സായിരുന്നു. തൻ്റെ മകൻ നാടുവിട്ട് കാട്ടിൽ പോകാൻ കാരണക്കാരനായ ദിവാനിനെ ശിക്ഷിക്കാൻ രാജശേഖര രാജാവ് തീരുമാനിച്ചു. എന്നാൽ എല്ലാം ദൈവഹിതം എന്നാണെന്ന് വിചാരിച്ച് സംഭവിച്ചതാണെന്നും സംയമനം പാലിക്കണമെന്നും മണികണ്ഠൻ രാജാവിനെ ഉപദേശിക്കുകയാണ് ചെയ്തത്. തൻ്റെ അവതാര ഉദ്ദേശങ്ങൾ നിറവേറ്റി കഴിഞ്ഞതിനാൽ താൻ ദേവലോകത്തേക്ക് മടങ്ങുകയാണെന്നും പിതാവിനെ മണികണ്ഠൻ അറിയിച്ചു. തന്നോട് പുലർത്തിയ ഭക്തി വിശ്വാസങ്ങളിൽ തനിക്ക് സന്തുഷ്ടിയുണ്ടെന്നും അതിനുള്ള പ്രതിഫലം എന്ന നിലയിൽ രാജാവിന് ഇഷ്ടപ്പെട്ട ഒരു വരം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു. മണികണ്ഠൻ്റെ ഓർമ്മയ്ക്കായി ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹമുണ്ടെന്നും അതിലേക്ക് പറ്റിയ സ്ഥാനം കാണിച്ചു കൊടുക്കണമെന്നുമാണ് രാജശേഖരൻ അപേക്ഷിച്ചത്. മണികണ്ഠൻ ഒരു അമ്പ് എയ്യുകയും അത് ശ്രീരാമൻ്റെ കാലത്ത് ശബരി എന്നു പേരായ സന്യാസി തപസ്സനുഷ്ഠിച്ച ശബരി എന്ന സ്ഥലത്ത് ചെന്ന് പതിക്കുകയാണ് ചെയ്തത്. ആ സ്ഥലത്ത് ക്ഷേത്രം നിർമ്മിക്കാൻ നിർദ്ദേശിച്ച ശേഷം മണികണ്ഠസ്വാമി അപ്രത്യക്ഷനാവുകയാണ് ഉണ്ടായത്. പിന്നീട് അഗസ്ത്യ മുനിയുടെ ഉപദേശപ്രകാരമാണ് രാജശേഖരൻ ശബരിമലയിൽ ക്ഷേത്രത്തിനുള്ള തറക്കല്ലിടുന്നതും ഐഹിക സുഖങ്ങളിൽ നിന്നും ദാമ്പത്യ ജീവിതത്തിൽ നിന്നും അകന്നു നിന്ന് 41 ദിവസത്തെ വ്രതം നോറ്റ് ദർശനത്തിൽ എത്തുന്നവരിൽ മാത്രമേ തൻ്റെ അനുഗ്രഹം പതിക്കുകയുള്ളൂവെന്നും മണികണ്ഠസ്വാമി പറഞ്ഞു. നന്മയുടെ വെളിച്ചം വീശുന്ന ബ്രഹ്മചാരിയുടേതിന് തുല്യമായ ജീവിതം നയിക്കുന്ന അയ്യപ്പന്മാർ എന്ന് വിളിച്ചു വരുന്ന അവരെ മാത്രമേ അവിടെ സ്വീകരിക്കുകയുള്ളൂ എന്നും പുലിപ്പാൽ ശേഖരിക്കാൻ ഭഗവാൻ യാത്ര പുറപ്പെട്ടത് ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ മാലകളാൽ അലങ്കരിച്ച് 3 കണ്ണുള്ള തേങ്ങയും ആവശ്യം വേണ്ട ഭക്ഷണവും ഏന്തി പമ്പയിൽ കുളിച്ച് ശരണമന്ത്രങ്ങൾ മുഴക്കി ഭക്തന്മാർ 18ാം പടി കയറുന്നു. രാജശേഖര രാജാവ് സമയബന്ധിതമായി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണവും ക്ഷേത്ര സമുച്ചയത്തിലേക്ക് നയിക്കുന്ന പവിത്രമായ 18 പടികളും നിർമ്മിച്ചു. പമ്പ പവിത്രമായ ഗംഗ പോലെയും ശബരിമല കാശി പോലെയുമാണെന്ന് ഭഗവാന്റെ വാക്കുകൾ ഓർത്തുകൊണ്ട് ദർശന പുണ്യത്തിനായി ധർമ്മശാസ്താവിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന ശ്രമകരമായ കർമ്മത്തിൽ അദ്ദേഹം ഏർപ്പെട്ടു. സമുദ്രത്തിൽ നിന്ന് കേരളത്തെ വീണ്ടെടുത്ത പരശുരാമൻ ധർമ്മശാസ്താവിൻ്റെ നിയോഗപ്രകാരം മകര സംക്രാന്തി ദിനത്തിൽ അയ്യപ്പൻ്റെ രൂപം കൊത്തിയെടുത്തു ശബരിമലയിൽ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. ധർമ്മശാസ്താവായ അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ എല്ലാ വർഷവും ജാതി മതഭേദമന്യേ കോടിക്കണക്കിന് ഭക്തന്മാർ ഇരുമുടി കെട്ടും ജമന്തി മാലയും ധരിച്ച് ശരണമന്ത്രങ്ങൾ ഉരുവിട്ട് പമ്പയിൽ കുളിച്ച് 18ാം പടി ചവിട്ടുന്നു. അയ്യപ്പസ്വാമിയുടെ ചരിത്രം കേൾക്കാൻ ഇതറിയാത്തവർ പലരുണ്ടായിരിക്കും. ഇത് നമുക്കറിയാനും കേൾക്കാനൊക്കെ പറ്റിയാൽ മാത്രമേ നമുക്ക് ഭഗവാനെ മനസ്സറിഞ്ഞ് വിളിക്കാനും ഭഗവാന്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കാനും നമുക്ക് അവസരം ഉണ്ടാവുള്ളൂ. എല്ലാവർക്കും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും എല്ലാവരുടെ കുടുംബത്തിലുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.